ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് രുചികരമായ കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനിവിടെ ചൂടുവെള്ളം ആവശ്യമാണ്. തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ തിളച്ച വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാത്തിലും കലർന്ന് വരുമല്ലോ ഉപ്പിൻ്റെ വെള്ളമാകുമ്പോൾ. ഇനി കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയെടുക്കാം. ഇതേ തേങ്ങയിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് നമുക്ക് അരിപ്പൊടി കുതിർത്തി വെച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കണേ. കുറച്ച് മുളക് പൊടി, പിന്നെ 2-3 ചെറിയുള്ളി, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ചമ്മന്തി റെഡിയാക്കാം. അങ്ങനെ ഇതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സാക്കി വെച്ച അരിപ്പൊടി നന്നായി ഉരുട്ടി എടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. നമുക്കിതൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ കൊഴുക്കട്ടയും ഉരുട്ടി വെച്ചിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ടേ. ഇനി ഇതൊന്ന് തണിയാൻ വെച്ച ശേഷം നമുക്കിത് മുറിച്ചെടുക്കണം. തണിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കത്തിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല തണിഞ്ഞതായതുകൊണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഫുള്ളും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ചമ്മന്തി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കിയെടുത്ത ചമ്മന്തിയിലേക്ക് കൊഴുക്കട്ട ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഈ ചമ്മന്തിയിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയതാണ്. വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. ഇനി ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേസ്റ്റിനും സ്മെല്ലിനും വേണ്ടിയിട്ട് ഞാനിവിടെ സാമ്പാർ മല്ലിയില്ലേ അതും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൊഴുക്കട്ട പലതരത്തിലുണ്ട്. എൻ്റെ കൊഴുക്കട്ട ഇങ്ങനെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.